അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ അനുസ്മരിച്ച് നിർത്തിയിട്ടില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതുകൂടിയുണ്ട്. ചിലർ ചോദിക്കുന്ന അങ്ങനെ അനുസ്മരിച്ചാ പോരെ, എന്തിനാ അതിന് ചീരണിയൊക്കെ? ചീരണി വേണം. റുബ്ബമാ ദബഹ ശാത യുഖത്തിഉഹാ അലാഅൻ ഫയുർസിലു ഇലാ സദാഇഖി ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയെ അനുസ്മരിക്കുന്നതോടൊപ്പം അവിടുത്തെ ചരിത്രവശങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതോടൊപ്പം ഇടക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറുത്ത് അതിനെ കഷ്ണങ്ങളാക്കി ഭാഗങ്ങളാക്കി ഭാഗിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്ക് കൊടുത്തേക്കുന്ന പതിവുണ്ടായിരുന്നു. അതേ ഒരു ഭക്ഷണം അനുസ്മരണത്തിന്റെ പേരിൽ ഭക്ഷണ വിതരണം നടത്തുക എന്ന് പറയുന്നത് വിശുദ്ധ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടൊരു സംഗതിയാണ്. മരിച്ചവരെ പേരിലുള്ള ഹദിയ, അതിന് വലിയ സ്ഥാനം ഇസ്ലാമിലുണ്ട്. ബാപ്പമാരുടെ മേലുള്ള ഹദിയകളൊന്നും നിർത്തരുത്. അല്ലേ? സ്ഥാനവും ബഹുമാനവും മക്കളെ കൽബിൽ കുറവാണ് എന്നുള്ളതിന്റെ അടയാളാണ്. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ, ചില സ്ഥലത്തോ കാണാല് ബാപ്പ മരിച്ചാല് 3, 7, 15, 40 പിന്നെ ഒരാണ്ട്, അത് കഴിഞ്ഞാ പിന്നെ ബാപ്പ കഴിഞ്ഞു, പിന്നെ ഉമ്മയും കഴിഞ്ഞു. ബാപ്പയും ഉമ്മയും കഴിയാനായിട്ടില്ല. നീ എത്ര കാലം ജീവിക്കുന്നുണ്ടോ അത്രയും കാലം, എത്ര കാലം നിന്റെ മക്കൾ ജീവിക്കുന്നുണ്ടോ അത്രയും കാലം അവര് നിന്നെ ഓർക്കണമെന്നും നിനക്ക് ഹദിയ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നില്ലേ? അതിനാദ്യം ബാപ്പക്കുമ്മക്ക് ആദ്യം ചെയ്യണോ? പിന്നെ അത് പറഞ്ഞ് പിന്നെ ഏതെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോ 100 രൂപ കൊടുത്തേക്കും. ബാപ്പ മരിച്ച മാസമാണ്, ഉമ്മ മരിച്ച മാസമാണ്, ഒന്ന് ദ്വാരക്കണം, ഇന്നാണ് ആണ്ടിന്റെ ദിവസം, 100 രൂപ മതിയാ? പോരാ, പോരാൻ തന്നെയാണ്. പോരാ, നമുക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട, പോരാൻ തന്നെയാണ്. ഇപ്പൊ ഈ ആണ്ടിനിവിടെ നല്ല അറിവ് നടത്തി, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കിൻഡൽ കണക്കിന് ഇറച്ചിയാണ് ഉസ്താദ് അവരുടെ പേരിൽ ഇവിടെ വിതരണം ചെയ്തത്. ഇനിയും വിതരണം ചെയ്യാതിരിക്കുന്നു. ഇനിയില്ല ജീരന്, ഇനിയുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന് 50ഉം 10ഉം 20ഉം അവരവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകളൊക്കെ ഏറ്റെടുത്ത് സഹകരിച്ചവരുണ്ട്. നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളോടുള്ള മഹബത്തിന്റെ ഭാഗമായത് സ്വീകരിക്കണേ അല്ലാഹ്. ആരെല്ലാം അതിൽ സംബന്ധിച്ച് സഹകരിച്ചോ അവരുടെ എല്ലാവിധ ഹലാല ലക്ഷ്യങ്ങളും നീ ഹാസുലായി കൊടുക്കണേ അല്ലാഹ്. അത് വലിയൊരു മഹബത്തിന്റെ ഭാഗമാണ്. ഉപ്പാനോട് മഹബത്തുണ്ടോ എന്നാ ഒരാണ്ടും നിർത്താൻ പാടില്ല. നിർത്തിയവരൊക്കെ തുടങ്ങണ ആണ്ട്. ഞാൻ നിങ്ങളുടെ നാട്ടിൽ ജോലി ഇട്ടിട്ടൊന്നുമില്ല, പരിപാടി ഉണ്ടാകാൻ വേണ്ടി മൂലര് പറഞ്ഞാന്ന് കരുതണ്ട. ആണ്ട് വേണം. അത് ഇസ്ലാമിൽ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. എന്തിനാ നമ്മൾ നിർത്തിയത്? നമ്മൾ ഭാഗമൊക്കെ ഓരിച്ചെടുത്തില്ലേ? സ്വത്തൊക്കെ അനന്തര സ്വത്തൊക്കെ ഭാഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തില്ലേ? ആ ബാപ്പയും ഉമ്മയും നമുക്ക് നൽകിയ നന്മ ഏതെങ്കിലും കാലത്ത് സഹോദരങ്ങളെ അത് നമുക്ക് ഇല്ല എന്നോ അല്ലെങ്കിൽ തീർന്നുപോയി എന്നോ പറയാൻ ഏതെങ്കിലും കുട്ടിക്കടിയോ? പാപ്പയും ഉമ്മയും തന്ന നന്മയിലല്ലേ നമ്മൾ ഇന്നും ജ്വലിച്ച് നടക്കുന്നത്. എല്ലാ നന്മകൾക്കും സബബ് അവരല്ലേ ഈ ഭൂമിയിലേക്ക് നമ്മൾ വരാൻ കാരണം. അവരോടുള്ള ദുആ, ആ ദുആഇനെപ്പോഴും അവസാനമുണ്ടോ? മരിച്ചു കഴിഞ്ഞാലും ബാപ്പക്കും ഉമ്മക്കുമുള്ള ഹക്ക് ഉണ്ടോ? ഉണ്ട് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബിയെ, എന്റെ ബാപ്പയും ഉമ്മയും മരിച്ചതിന് ശേഷം എനിക്ക് അവരോട് ഹക്ക് ബാക്കിയുണ്ടോ? ഉണ്ട്, അവരോട് ഹക്കുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഹക്കുകൾ എന്തൊക്കെയാണ്? അദ്ദുആഉ ലഹുമാ. ആദ്യമായി തങ്ങൾ പറഞ്ഞു അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ അതുവരെ അല്ലാഹു പഠിപ്പിച്ചില്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. തുല്യതയുണ്ടോ സഹോദരങ്ങളെ ആ ദുആഇന്? എത്ര ദ്വാരുന്നാലും മതിയാകുമോ? ബാപ്പയും ഉമ്മയും തന്ന സേവനത്തിന് ദുനിയാവിൽ എന്ത് കൊടുത്താലാണ് മതിയാകുന്നത്? എന്ത് റഹ്മത്ത് അവർക്ക് ചെയ്താലാണ് അതിന് ഓഹരിയാകുന്നത്, ഭാഗമാകുന്നത്?
നമ്മുടെ ജീവിതത്തിലെ സുഹൃതങ്ങൾ മുഴുവനും കൊടുത്താലും അതിന് പകരമാകുമോ? ഇല്ലല്ലോ. എല്ലാ സമ്പത്തും സ്വതക്ക ചെയ്താലും പകരമാകുമോ? ഇല്ലല്ലോ. അത്രമാത്രം വലിയ റഹ്മത്തല്ലേ അവര് നമുക്ക് ചെയ്തത്. അതിന് തുല്യതയില്ലല്ലോ, അതിന് കണക്ക് പറയാനൊക്കില്ലല്ലോ. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. വല്ലിസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് നീ പ്രത്യേകം പൊറുക്കലിനെ തേടണം. വ ഇൻഫാദു അഹദിഹിമാ, ബാപ്പ ഉമ്മ നിന്നെ ഏൽപ്പിച്ച വാഗ്ദത്തങ്ങൾ നീ നിറവേറ്റണം. എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ബാപ്പ ഏൽപ്പിച്ചിട്ടുണ്ട്, ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്, മറന്നേക്കരുത്, ഒന്നും നീ വിസ്മരിക്കരുത്. ഘട്ടം ഘട്ടമായിട്ടാണെങ്കിൽ അങ്ങനെ നീ അത് പൂർത്തീകരിക്കണം. പോരാ, വ ഇക്റാമു സ്വദീഖിഹിമാ, ബാപ്പാന്റെയും ഉമ്മാന്റെയും സുഹൃത്തുക്കളെ നീ ആദരിക്കണം, ബഹുമാനിക്കണം. ഈ ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട മേഖലയായിരുന്നു ആ നടത്തിയിരുന്ന ആണ്ട്, അല്ലേ? മൂപ്പര് വിളിക്കണം. മൂപ്പര് ബാപ്പാന്റെ ഒപ്പം ജോലി എടുത്ത ആളാണ്. ഒരു ബാപ്പാന്റെ ഒപ്പം പഠിച്ചാണ്. ഒരു ബാപ്പാനൊപ്പം അവിടെ, ഒരു ബാപ്പാന്റെ കൂടെ ഒന്നും എപ്പോഴും ജമാഅത്തിൽ പോകുമ്പോഴൊക്കെ ബാപ്പാന്റെ ഒപ്പം ഉണ്ടാകല്. ഇങ്ങനെ ഈ ബന്ധമുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട്, അല്ലെ, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഭക്ഷണം കൊടുത്തിട്ടൊരു സ്നേഹബന്ധം നിർത്തി. പിന്നെ നമ്മളിൽ എന്ത് ദീനാണുള്ളത്? നമ്മളിൽ എന്ത് ഇസ്ലാമാണുള്ളത്? എന്ത് മഹബത്താ ഉള്ളത്? ഉമ്മമാരെ, സഹോദരങ്ങളെ, അത് നിർത്താൻ പറ്റൂല. നിർത്തേണ്ട ഒരു സംഗതിയല്ല. ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെ സുഹൃത്തുക്കളെ നീ ബഹുമാനിക്കണം. ബാപ്പാന്റെയും ഉമ്മാന്റെയും കൂട്ടുകാരികളായ ആളുകളുടെ വിഷമങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കൽ ബഹുമാനമാണ്. ബാപ്പയുടെ കൂടെ തൊഴിലെടുത്തിരുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ല. നിന്റെ ബാപ്പ ഹയാത്തിലുണ്ടെങ്കിൽ അവിടെ പോയി ഇടക്കിടക്ക് സന്ദർശിക്കും. അതിന് പകരം ഇപ്പൊ നീയാ പോകേണ്ടത്. പോകാൻ ബാപ്പ ഇല്ലല്ലോ, നീ അതിന് പകരം പോകണം. ഇടക്കിടക്ക് പോയി കണ്ട് വിശേഷങ്ങൾ അന്വേഷിക്കണം, സമാധാനിപ്പിക്കണം, ആശ്വാസത്തിന്റെ വചനങ്ങൾ കൊടുക്കണം, ഷിഫായിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. നിന്റെ സന്ദർശനം അവർ നിന്റെ ബാപ്പാനെ ഓർമ്മിപ്പിച്ച് ബാപ്പാന്റെ ഖബറിലേക്ക് നിന്റെ സന്ദർശനം കൊണ്ട് വലിയ വലിയ കുളിര് പെയ്യണം. എന്റെ മോൻ കണ്ടില്ലേ, ഞാനുണ്ടെങ്കിൽ ഞാനാണ് അവിടെ പോകേണ്ടത്. ആ സ്ഥാനത്ത് ഇന്ന് എന്റെ മോനാണല്ലോ പോയത്. സുബ്ഹാനല്ലാഹ്, എന്റെ കൂട്ടുകാരനെ, എന്റെ മോനെ ആശ്വസിപ്പിച്ചല്ലോ, ദുആ ചെയ്തു കൊടുത്തല്ലോ, മരുന്ന് വാങ്ങിച്ചു കൊടുത്തല്ലോ, ഒന്ന് എഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിച്ച് തലോടിയിട്ട് സമാധാനിപ്പിച്ചല്ലോ. ആ മനുഷ്യന്റെ മനസ്സിൽ വന്ന ആശ്വാസം നമ്മുടെ ബാപ്പക്ക്, നമ്മുടെ ഉമ്മക്ക് വലിയ സന്തോഷമാണ്. മഹാന്മാരെ ബഹുമാനിച്ചത് കണ്ടില്ലേ നിങ്ങൾ? ബാപ്പമാരെ കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വാഹനപ്പുറത്ത് മഹാനവറുകൾ ഇങ്ങനെ പോകുന്നു. നല്ല ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ വഴിയോരത്തതാ ഒരു അഅറാബിയായ മനുഷ്യൻ. ആ അഅറാബിയായ മനുഷ്യൻ വണ്ടിയെ ഇങ്ങനെ തടഞ്ഞു നിർത്തി, കൈ കാണിച്ചു നിർത്തി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്തേന്ന് ചോദിച്ചു. എന്ത് പറയാനാണ് ഞാൻ നിർത്തിയത് എന്നറിയുമോ? നിങ്ങളെ ഉപ്പയുണ്ടല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്റെ ഉപ്പാന്റെ സുഹൃത്തായിരുന്നു. നിങ്ങളെ ഉപ്പ എന്റെ ഉപ്പാന്റെ കൂട്ടുകാരനായിരുന്നു. അത് കേട്ട ഉടനെ വാഹനത്തിൽ നിന്ന് ഇബ്നു ഉമർ തങ്ങൾ ഇറങ്ങുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാഹനത്തിൽ നിന്നിറങ്ങിയിട്ട് നല്ല വിലപിടിപ്പുള്ള ഒരു ഷാള്, ആ ഷാള് തോളിൽ നിന്ന് എടുത്തിട്ട് ആ ബാപ്പാന്റെ കൂട്ടുകാരന്റെ മകന്റെ തോളിൽ ആ ഷാൾ ഇങ്ങനെ അണിയിച്ചുകൊണ്ട് നല്ലൊരു സ്നേഹ ബഹുമാനം കൊടുക്കുന്നു. കണ്ടു നിൽക്കുന്നവർ ചോദിച്ചു, അല്ല ഇബ്നു ഉമർ തങ്ങളെ, അതൊരു പാവം അറാബിയായ മനുഷ്യനല്ലേ? 1 ദിർഹം കൊടുത്താലും തൃപ്തിപ്പെട്ടു പോകൂലേ? 2 ദിർഹം കൊടുത്താലും സന്തോഷത്തോടെ മടങ്ങൂലേ? ഇത്ര വിലപിടിപ്പുള്ള ഷാള് എന്തിനാ നിങ്ങൾ കൊടുത്തത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തിനാന്നറിയുമോ? ഇന്ന അബാഹു കാന സ്വദീഖൻ ലി അബീ, അദ്ദേഹത്തിന്റെ ഉപ്പ
എന്റെ ഉപ്പാന്റെ കൂട്ടുകാരനായിരുന്നു, സുഹൃത്തായിരുന്നു. ആ ഉപ്പയോട് ഒരു ബാധ്യത എനിക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് ഉപ്പാന്റെ സുഹൃത്തിന്റെ മോനല്ലേ, എന്റെ ഉപ്പാന്റെ കൂട്ടുകാരന്റെ മോനല്ലേ. അദ്ദേഹത്തിന്റെ ഉപ്പ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലല്ലോ, എന്റെ ഉപ്പയും ജീവിച്ചിരിക്കുന്നില്ലല്ലോ. അപ്പൊ എന്റെ ഉപ്പാന്റെ കൂട്ടുകാരനെ ഞാൻ കണ്ടിട്ട് ഒന്ന് ബഹുമാനിക്കാതെ പോയാൽ, ഒന്ന് ആദരിക്കാതെ പോയാൽ അതെന്റെ ഉപ്പാക്ക് വിഷമമാകൂലേ എന്ന് കരുതിയിട്ടെന്റെ തോളിലുള്ള ഷാളെടുത്ത് ഒരു ബഹുമാനം കൊടുത്തതാണ്. ഇക്റാമു സ്വദീഖിഹിമാ, ബാപ്പാന്റെ ഉമ്മാന്റെ സുഹൃത്തുക്കളെ കൂട്ടുകാരെ ആദരിക്കണം, ബഹുമാനിക്കണം. അവരാണോ കല്യാണത്തിന് വിളിച്ചത്, നീ മുടക്കരുത്. കാരണം ബാപ്പ ഉണ്ടെങ്കിൽ ബാപ്പ കല്യാണം മുടക്കൂല. ബാപ്പാന്റെ സുഹൃത്തിന്റെ മോളെ കല്യാണല്ലേ, ഇന്ന് ബാപ്പ പങ്കെടുക്കാനില്ലല്ലോ, നീ അവിടെ അറ്റൻഡ് ചെയ്യണം, വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. തലേ ദിവസം ബാപ്പ കല്യാണ വീട്ടിലെത്തുന്ന സാഹചര്യമുള്ള വീടാണോ, നീ അവിടെ തലേ ദിവസം തന്നെ എത്തണം. നിന്നെ കൊണ്ട് ആകുന്ന സേവനങ്ങളൊക്കെ നീ ചെയ്യണം. സാമ്പത്തിക സഹായമല്ല, ശാരീരിക സഹായമാണോ നിന്റെ ബാപ്പ അവിടെ നിർവഹിക്കുന്നത്, ആകുന്നത് നീയും ചെയ്തു കൊടുക്കണം. ബാപ്പയുണ്ടാകുമ്പോ 1-2 മണിക്കൂർ ആ കൂട്ടുകാരന്റെ കൂടെ വേണ്ട ഹിദ്മകളൊക്കെ ചെയ്യാനുണ്ടാകുമായിരുന്നു. ആ സ്ഥാനത്ത് നീ നിന്നു കൊടുക്കണം. കാരണം ഉപ്പയില്ലല്ലോ, ഉപ്പാന്റെ കൂട്ടുകാരന്റെ വീട്ടിലെ മകളെ കല്യാണമല്ലേ, മകന്റെ കല്യാണമല്ലേ. ബാപ്പ പോയി സംബന്ധിക്കേണ്ടിടത്ത് ഞാനാണ് പോകേണ്ടത്, ഞാനാണ് സഹകരിക്കേണ്ടത്, ഞാനാണ് ഒത്താശ ചെയ്യേണ്ടത്. അതെന്റെ ബാപ്പയോട് ഞാൻ ചെയ്യുന്ന കടപ്പാടാണ്, മരിച്ചതിന് ശേഷം നിർവഹിക്കേണ്ടതാണ്. 5ാമത്തെ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറയുന്നു. എന്താണ് 5ാമത്തെ കാര്യം? ബാപ്പയിലൂടെയും ഉമ്മയിലൂടെയും ചേർത്തിരുന്ന പ്രത്യേക കുടുംബ ബന്ധങ്ങളില്ലേ, ആ ബന്ധങ്ങൾ എപ്പോഴും ചേർത്തിക്കൊണ്ടിരിക്കണം. ബാപ്പ ഉണ്ടാകുന്ന സമയത്ത് ബാപ്പാന്റെ ബാപ്പാന്റെ കുടുംബക്കാരായ ബാപ്പയുടെ സഹോദരിമാര്, ബാപ്പയുടെ സഹോദരന്മാര്, ബാപ്പയുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ട ആളുകളെ സന്ദർശിക്കുകയും അവിടെ ഇടക്കിടക്ക് പോയി വരുന്ന പതിവും ഉണ്ടായിരുന്നു. നീയും അങ്ങനെ പോകേണ്ടതാണ്. ഇന്ന മിൻ അബറിൽ ബിർരി അയ്യസിലർ റജുലു ഉദ്ദഅബീ, ബാപ്പയുടെ കുടുംബക്കാരോട്, ഉമ്മയുടെ കുടുംബക്കാരോട് ബന്ധം പുലർത്താൻ ഇന്ന് ഉമ്മയില്ല. ഉമ്മയുണ്ടെങ്കിൽ വർഷത്തിൽ 2 തവണ നമ്മുടെ അമ്മാവന്മാര് ഉമ്മയുടെ സഹോദരന്മാരെ പോയി സന്ദർശിക്കും. എന്നിട്ട് അവിടെ ഓരോ ദിവസം അവിടെ കഴിച്ചുകൂട്ടും, എന്നിട്ട് തിരിച്ചു വരും. എന്നാൽ ആ സ്ഥാനത്ത് ഇന്ന് നീയാണ് പോകേണ്ടത്. നീ പോയിട്ട് ആ സ്നേഹബന്ധവും കുടുംബ ബന്ധവും പാലിക്കണം, അത് നിലനിർത്തണം. അങ്ങോട്ടും ഇങ്ങോട്ടും പാരസ്പര്യം ആ ബന്ധം തുടരണം. ഇത് മരണാനന്തര ജീവിതത്തിന് ബാപ്പക്കും ഉമ്മക്കും മക്കളാകുന്ന നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി